ഞാൻ എൻ്റെ ഒറ്റ ചോദ്യം, എൻ്റെ ഈ ടെലഫോണിലൂടെ എനിക്ക് അവിടെ നിന്നും CCTV-യിൽ കാണുന്ന ദൃശ്യങ്ങൾ കാണാൻ സാധിക്കുന്ന ഉന്നതമായ ഡിജിറ്റൽ സംവിധാനമുള്ള ഈ രാജ്യത്ത് എന്ത് നടക്കും എന്ന് നടക്കില്ലെന്ന് പറയാൻ പറ്റും. ഞാൻ പറയും നടന്നു എന്നല്ല, നടക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ജനം സംശയിക്കുന്ന ഒരു വിഷയത്തിൽ ആ സംശയത്തിന് അതീതമാവേണ്ട നടപടികൾ കൊടുത്തിരുന്നു. അല്ല, ഞങ്ങൾക്ക് തന്നെ അക്നോളജ് ചെയ്തു. പിന്നീട് സ്ട്രോങ് റൂം തുറക്കുന്ന നടപടി വന്നു. വിശദമായ റിപ്പോർട്ട് കലക്ടറോട് ആവശ്യപ്പെട്ടു എന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് ചീഫ് ഇലക്ഷൻ ഓഫീസറുമായി കമ്മീഷനുമായി ബന്ധപ്പെട്ടപ്പോൾ അറിയിച്ചത്. എന്തായാലും ഞങ്ങളുടെ ആവശ്യം ഇതാണ്. ഇല്ലെങ്കിൽ ഈ സംശയ ദൂരീകരണത്തിൻ്റെ നടപടികൾ അതെന്തോവല്ലോ, ഏതെങ്കിലും നിരീക്ഷണം നോക്കാമല്ലോ. ഇനി ഇതിനെ മാറ്റുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിഷ്പക്ഷരായ നീതിമാന്മാരാണെന്ന് സമൂഹത്തിൽ വിശ്വാസമുള്ള ആളുടെ നിരീക്ഷണം വെക്കാമല്ലോ ഈ ഞങ്ങളുടെ നടപടിയിൽ. എന്താണ് ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നാളുകളിൽ ഈ ആളുകൾ വന്ന് ഒരു ഏതെങ്കിലും തരത്തിൽ 4-5 വോട്ട് തർക്കം വന്നു, ഇവരെ നിലപാടെടുക്കും. മാത്രമല്ല കൊയിലാണ്ടി ആരെങ്കിലും ഞാൻ വ്യക്തിപരമായി പറഞ്ഞുള്ളൂ, സ്ഥാനാർത്ഥിയെ ഞാൻ ഒരു ദിവസം മുഴുവൻ വിളിച്ചിട്ട് ഇദ്ദേഹം ഫോൺ എടുത്തിട്ടില്ല. പിന്നീട് ഞാൻ മെസ്സേജ് അയച്ചു, തിരിച്ചടിച്ചില്ല. പിന്നീട് വേറൊരു നമ്പറിൽ നിന്ന് മാറ്റി ഫോൺ ചെയ്തേ. അവിടെയാണ് എനിക്ക് ഒരുപാട് തിരക്കുണ്ട്. അപ്പോൾ ഞാൻ ചോദിച്ചു, സ്ഥാനാർത്ഥി നിലക്ക് ഞാൻ വിളിച്ചാൽ നിങ്ങൾ എടുക്കില്ല, പിന്നെ ആരടിക്കുക? എനിക്കൊന്നും ആയിരുന്നില്ല, അവിടുത്തെ 1-2 ചെറിയ ചെറിയ വിഷയങ്ങൾ ശ്രദ്ധപ്പെടുത്താൻ വിളിച്ചത്. എനിക്ക് അന്നേ അത് സംശയമുണ്ട് ഇത്തരം നടപടിയിൽ. മാത്രമല്ല ഇവരൊക്കെ പക്ക CPM ബേസ്ഡ് ആളുകളാണ്. അവരുടെ സർവീസ് അതൊന്നും അവരുടെ പേഴ്സണൽ രാഷ്ട്രീയമാണ്, അതിലൊന്നും ഞങ്ങൾ ഇടപെടുന്നില്ല. പക്ഷെ അവരുടെ ഇലക്ഷൻ ഓഫീസിലെ പ്രവൃത്തി നിഷ്പക്ഷമായിരിക്കണം. അതിൽ ഞാൻ ഈ നടപടി തന്നെ അസ്വാഭാവികല്ലേ? അല്ല, അല്ല കേൾക്ക്, അത് ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന 11:15 വിഷയം. കാരണം ഇവർ തുറക്കുന്ന സമയത്താണ് എനിക്ക് ഇവരിലേക്ക്. ഞാൻ ഒരു കാര്യം ഇവിടെ, പേരാമ്പ്ര സ്ഥാനാർത്ഥി അറിഞ്ഞിട്ട് അറിയിക്കാത്തതാണോ ഇവിടുത്തെ ചർച്ചാ വിഷയം? ഏറ്റവും ഗുരുതരമായ പേരാമ്പ്രയുടെ സ്ഥാനാർത്ഥി വന്നു എന്ന് കരുതി സാധൂരിക്കപ്പെടുന്നുണ്ട്. അല്ല, സ്ഥാനാർത്ഥി ഒബ്ജക്റ്റ് അറിയിച്ചുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത്. സ്ഥാനാർത്ഥിക്ക് ഇതിൽ ദുരൂഹതയാണ് ഞങ്ങൾ അറിയിച്ചത്, അവിടെ ഞങ്ങൾ പോകുന്നതും. അല്ല, അതിൽ അവർ എത്തുമ്പോഴേക്കും തുറന്നു കഴിഞ്ഞിരിക്കുന്നു. അവർ പറഞ്ഞല്ലോ, അവരറിയിച്ചു. അതെ, അല്ല, അവർ എത്തുമ്പോഴേക്കും തുറക്കാനുള്ള നടപടി സ്വീകരിച്ചിരിക്കുന്നു. പിന്നെ സ്ഥാനാർത്ഥിയുടെ പുതുമുഖമാണ്, അവർക്ക് പരിചയക്കുറവുണ്ട്, അവർക്ക് നടപടിയെക്കുറിച്ച് അറിയില്ല. അതിൽ ഇലക്ഷൻ ഞാൻ എൻ്റെ ചോദ്യം നിങ്ങൾ ഇപ്പോഴും അതിൽ ഡൈവേർട്ട് ചെയ്യരുത്. ഏറ്റവും പ്രധാനപ്പെട്ട 2 ചോദ്യങ്ങളാണ്. ഒന്ന്, ഇന്നർ പെരിമീറ്റർ ഏരിയയിൽ മെറ്റീരിയൽ സ്ഥാപിച്ചു. 2, ആ മെറ്റീരിയൽ റൂമിലേക്ക് ആർക്കും പ്രവേശനത്തിനടുത്തേക്ക് റിട്ടേണിംഗ് ഓഫീസറും ഉദ്യോഗസ്ഥരും ലാപ്ടോപ്പുമായി പ്രവേശിച്ചു. ആ പുറത്തി ഞങ്ങൾ അറിയിച്ചു, അങ്ങനെ ഞങ്ങൾ എത്തുന്നത്. ഞാൻ വായിച്ചു. ഞാൻ ഇപ്പോഴും നിങ്ങളോട് പറയുന്നു, ഫാത്തിമ തെഹലിക്ക് പറ്റി ഇവിടുത്തെ ചർച്ചാ വിഷയം ദയവായി ഫാത്തിമ തെഹലി എന്നുള്ള പുതുമുഖ സ്ഥാനാർത്ഥിയുടെ വീഴ്ചയെക്കുറിച്ചാവരുത്. വീഴ്ച ഉണ്ടോ ഇല്ലയോ എന്നാവരുത്. അതല്ല ചർച്ചാ വിഷയം, അത് മറ്റൊരു വിഷയമാണ്. അത് പാർട്ടി ചോദിച്ചോട്ടെ, വീഴ്ചയുണ്ടോ ഇല്ലെന്നത് ഇവിടുത്തെ വിഷയം. ശരി, ഞാൻ പറയാം, നമ്മുടെ ചർച്ചാ വിഷയം അതേക്കുറിച്ചൊക്കെ പറയേണ്ടത് ലീഗ് നേതൃത്വം പറയട്ടെ. പക്ഷേ നമ്മുടെ ചർച്ചാ വിഷയം ഇവിടെ ഇപ്പോൾ അതല്ല. നിങ്ങൾ നോക്കണം, നമ്മൾ ബീഹാറിലും മധ്യപ്രദേശിലും മഹാരാഷ്ട്രയിലും കേൾവി ഉണ്ടായിരുന്ന കാര്യങ്ങൾ കേരളത്തിൽ നടക്കാൻ പോകുന്നു എന്ന വളരെ ഗൗരവപരമായ സംശയമുള്ള സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഞാനിപ്പോൾ പറഞ്ഞ കാര്യത്തിൽ സ്ഥാനാർത്ഥിയോ ഏജന്റോ അറിഞ്ഞില്ല നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ അന്നും പറഞ്ഞറിയോ, അന്നും പറഞ്ഞത് അന്ന് പറഞ്ഞറിയോ, അന്ന് പറഞ്ഞത് ലേറ്റ് ആയിട്ട് അറിഞ്ഞില്ല. സ്ഥാനാർത്ഥി അതിനെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞല്ലോ, ആ സ്ഥാനാർത്ഥി അതേക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. ശരി, ഒരു കേട്ടെ, അല്ല അതിൻ്റെ
നിങ്ങൾക്ക് മുമ്പിൽ ആ ഗൗരവമുണ്ട്, ആ ഗൗരവം ഞാൻ കുറയ്ക്കുന്നില്ല. പക്ഷേ ഏതാണ് ഗൗരവം നിങ്ങൾ തീരുമാനിക്കുക. അതിനകത്ത് ഏതാണ് വിഷയത്തിൽ നിങ്ങൾ തീരുമാനിക്കുക, എന്ന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യും. ഈ വിഷയം നിങ്ങൾ ആലോചിക്കണം. ഇപ്പം 72 മണിക്കൂർ കഴിഞ്ഞു, ഒരു നടപടി ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, കലക്ടർ എടുത്തുനിന്ന് ഓരോ സമയത്ത് ഓരോ നിലപാട് വരുന്നത്. അവിടെയാണ് സംഭവം. ഞാൻ ചോദിക്കട്ടെ, ഒരു വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ സുരക്ഷയെക്കുറിച്ച് ഒരു മുന്നണിക്ക് കോടതിയിൽ പോകേണ്ട അവസ്ഥ, ഇറ്റ് ഈസ് ദ ഫസ്റ്റ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് കേരള. അത് നിങ്ങൾ ആ സിറ്റുവേഷൻ ഉണ്ടായില്ലേ? പാലക്കാട് നെന്മാറയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി. അവിടെ നേരത്തെ അറിഞ്ഞു, ഇടപെട്ടു, തുറക്കുന്നതിന് മുമ്പ് തടയാൻ പറ്റി. സ്ഥാനാർത്ഥി നേരത്തെ അറിഞ്ഞ സ്ഥിതിക്ക് തുറക്കുന്നതിന് മുമ്പ് തടയാമായിരുന്നില്ല. അല്ല, ഞാൻ എൻ്റെ സബ്ജക്റ്റ് ഇപ്പോൾ അതല്ല. കാരണം കൊടുക്കുന്നത് സ്ഥാനാർത്ഥി തടയുന്നതിനെക്കുറിച്ചോ അതല്ല എൻ്റെ വിഷയം. എൻ്റെ വിഷയം ഈ അതീവ ഗുരുതരമായ ലംഘനമാണ്. ഞാൻ പറയട്ടെ, അതേക്കുറിച്ച് പിന്നീട് ഇപ്പോൾ അത് കൂട്ടിക്കുഴച്ച് ഈ സംഭവത്തിൻ്റെ ഗൗരവം കുറയ്ക്കാൻ ഞാനില്ല. എന്ന് പറഞ്ഞു, മെയിൽ കിടന്നു. എന്നുള്ള ഉദ്ദേശത്തോടെയാണ് അവിടെ എത്തിയത്. നേരത്തെ നിങ്ങൾ അറിയിച്ചിരുന്നു, നിങ്ങൾ എത്തുന്നതിന് മുമ്പ് അവിടെ എത്തി എന്നാണ് പറയുന്നത്. അതിനകത്ത് അതൊക്കെ പ്രശ്നം അതല്ലെങ്കിൽ തന്നെ ഈ 17C എന്ന് പറയുന്നത് പോളിംഗ് മെഷീനിലുള്ള വോട്ടും എത്രയാണ് എന്നുള്ളത് സംബന്ധിച്ച രേഖയാണ്. ഈ 17Cയിൽ എന്താണ് അവർ വെരിഫൈ ചെയ്തിരുന്നത്, എന്താണ് അവർ വെരിഫൈ ചെയ്യാൻ ശ്രമിച്ചത് നിങ്ങൾ ഇല്ല, അത് അവിടെ ഞാൻ പറഞ്ഞത്, ഓരോ ഇലക്ഷൻ കഴിഞ്ഞാൽ 17C ഫോറം പാർട്ടികൾക്ക് കൊടുക്കും, ആറുണ്ട് കയ്യിലുണ്ടാവും. ഞങ്ങൾക്ക് ഇപ്പം കൊയിലാണ്ടിയിലൊക്കെ 231 ബൂത്തിലെ 17C ഫോറം ഞങ്ങളുടെ കയ്യിലുണ്ട്. അതിനകത്ത് എത്ര മെയിൽ വോട്ട്, എത്ര ഫീമെയിൽ വോട്ട്, എത്ര പ്രവാസി വോട്ട് എന്ന് വെരിഫൈ ചെയ്ത് പറഞ്ഞത്. അത് വെരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം ആറോന് തന്നെയാണ്, തർക്കമില്ല. അത് ചെയ്യേണ്ട സ്ഥലം മെറ്റീരിയൽ റൂമല്ല, സ്റ്റോർ റൂമിനെ പരിസരത്തല്ല. അത് അദ്ദേഹത്തെ ഡ്യൂട്ടിയാണ്, അത് കറക്റ്റാണ്. പക്ഷേ അത് പരിശോധിക്കേണ്ടതും വെരിഫൈ ചെയ്യേണ്ട സ്ഥലം അവിടെയല്ല. അല്ല, വേണ്ടല്ലോ. ഞാൻ ചോദിക്കുന്നതല്ല, കലക്ടർ എടുത്തൊന്ന് കൃത്യമായ റിപ്പോർട്ട് വന്നവിടെ ഉറപ്പല്ലേ? ഇനി വേണ്ട, കലക്ടർക്ക് മാറ്റി നിർത്താമല്ലോ. അവിടെ അല്ല, ഞാനാണ് കലക്ടറാണ് അനുമതി കൊടുത്താലെന്നാണ് കലക്ടർ പറയണത്. കലക്ടർ പറയുന്നു എൻ്റെ അനുമതി ഇല്ല, ഞാൻ അറിയില്ല, നടപടി തെറ്റാണ്. അവിടെ ഞാൻ പറഞ്ഞ കലക്ടറുടെ നടപടിയിൽ ദുരൂഹത ഞാൻ ഈ പത്രസമ്മേളനത്തിൽ പറയാനുള്ള കാരണം ഇതൊന്നും തൻ്റെ അറിവോടുകൂടിയല്ല, നടപടി തെറ്റാണ് എന്ന് ഞങ്ങളോട് പറഞ്ഞ കലക്ടർ എന്തുകൊണ്ട് വിത്ത് ദ കൺസെന്റ് ഓഫ് ചീഫ് ഇലക്ഷൻ ഓഫീസർ കലക്ടർക്ക് ഇവിടെ ഒരു മാറ്റി നിർത്താം? ആ നടപടി എന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? അല്ല, ഈ അങ്ങനെയാണെങ്കിൽ കൊയിലാണ്ടി ആറോനോ അനുമതി കൊടുത്തിട്ടുണ്ടോ? കൊയിലാണ്ടി ആറോ നോട്ടീസ് അയച്ചില്ലേ? അങ്ങനെയാണെങ്കിൽ കലക്ടർ കൊയിലാണ്ടി ആറോ നോട്ടീസ് അയച്ചില്ലേ?